ഓക്കെ, ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് നിങ്ങളെ നോഡ് വോൾട്ടേജ് മെത്തേഡിന് സിലബസിൽ കൊടുത്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അപ്പോൾ നോഡ് വോൾട്ടേജ് മെത്തേഡാണ്, നോഡ് വോൾട്ടേജ് മെത്തേഡ്. അപ്പോൾ നോഡ് വോൾട്ടേജ് മെത്തേഡ് ചെയ്യുന്നത് ഓംസ് ലായും കിർച്ചോഫ്സ് കറണ്ട് ലായും യൂസ് ചെയ്തിട്ടാണ്. അതായത് ഓരോ ജംഗ്ഷനിലും ഉള്ള കറണ്ട്സ് എടുത്തിട്ട് എൻട്രിങ് കറണ്ട്സ് ലീവിങ് കറണ്ട്സ് എത്രയൊക്കെയാണ് എന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സർക്യൂട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇപ്പം 1 ഓമിലൂടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് അല്ലെങ്കിൽ പവർ ഡിസിപ്പേഷൻ എത്രയാണ് എന്നൊക്കെയായിരിക്കും ചോദ്യം. പവർ ഡിസിപ്പേഷൻ കണ്ടുപിടിക്കാൻ I²R ചെയ്ത് കഴിഞ്ഞാൽ പവർ ഡിസിപ്പേഷൻ, അല്ലെങ്കിൽ V × I ചെയ്താൽ പവർ ഡിസിപ്പേഷൻ കിട്ടും. അപ്പോൾ ഇത് 10 വോൾട്ടേജ് ആണ്. അപ്പോൾ നമുക്ക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നിട്ടുണ്ട്, ഉണ്ട് ഇവിടെ ഇത് തന്നിട്ടുണ്ട്. നമുക്കിതിനെ മെഷ് അനാലിസിസ് ചെയ്യാനായിട്ട് 3 മെഷ് കറണ്ട്സ് നമുക്ക് എന്ത് ചെയ്യാം, കൊടുത്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. I1, I2, I3 എന്ന് പറഞ്ഞ് ചെയ്തിട്ട് നമ്മളതിൻ്റെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് കുറച്ചുകൂടെ എളുപ്പം. പക്ഷേ നമുക്ക് ഒരു ക്വസ്റ്റ്യനിൽ നോഡ് വോൾട്ടേജ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ നോഡ് വോൾട്ടേജ് മെത്തേഡ് യൂസ് ചെയ്ത് തന്നെ ചെയ്യണം. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എസെൻഷ്യൽ നോഡ്സ് കണ്ടുപിടിക്കുക. ഇതൊരു നോഡാണ്, ഇതൊരു നോഡാണ്. അതിന് 2 കൂടുതൽ എലിമെൻറ്റ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്, 2 അതിൽ കൂടുതൽ എലിമെൻറ്റ്സ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നോഡാണ്. അപ്പോൾ ഇതൊരു നോഡാണ്, ഇതൊരു നോഡാണ്, ഇതൊരു നോഡാണ്. ഇത് രണ്ടും ഒന്നാണ്. ഈ 2 നോഡും ഒന്ന് തന്നെയാണ്, കാരണം ഇത് ഡയറക്റ്റ് കണക്ട് ചെയ്തിരിക്കുകയാണ്. രണ്ടും കൂടെ ചേർത്ത് വെച്ചാലും ഒന്ന് തന്നെയാണ്, രണ്ടും കൂടെ മാറ്റിയിട്ട് വയറിനെങ്കിൽ ചേർത്ത് വെച്ചാലും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ 2 നോഡ് 2 നോഡല്ല, ഇത് രണ്ടും ഒരു നോഡ് തന്നെയാണ്. അത് പ്രത്യേകം മനസ്സിലാക്കുക. ഇവിടെ ഒരു കണക്ഷനും ഇല്ല, അതായത് ഇവിടെ ഷോർട്ട് സർക്യൂട്ട് എന്നാണ് ഇനി പറയുക. ഒരു കറക്റ്റ് കണക്റ്റിംഗ് വയർ ഉപയോഗിച്ച് റെസിസ്റ്റൻസ് 0 ആയുള്ള കണക്റ്റിംഗ് വയർ ഉപയോഗിച്ചിട്ട് രണ്ടും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്ര കറണ്ട് പോയാലും ഈ ഒരു വയറിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവില്ല. റെസിസ്റ്റൻസിലൂടെ കറണ്ട് പോയാൽ മാത്രമേ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ 2 പോയിൻറ്റ്സും സെയിം ആണ്, ഈ 2 പോയിൻറ്റ്സും സെയിം ആണ്, ഈ രണ്ടും ഒരേ നോഡ്സ് തന്നെയാണ്. നമുക്കിവിടെ എസെൻഷ്യൽ നോഡ്, ഇതൊരു എസെൻഷ്യൽ നോഡല്ല, കാരണം 2 എലമെൻറ്റ്സേ ഉള്ളൂ. 3 അതിലധികം എലമെൻറ്റ്സ് ആണെങ്കിൽ എസെൻഷ്യൽ നോഡ്. ഇതൊരു എസെൻഷ്യൽ നോഡാണ്, കാരണം 3 എലമെൻറ്റ്സ് ഉണ്ട്. ഇതും എസെൻഷ്യൽ നോഡാണ്, കാരണം ഇവിടെ 3 എലമെൻറ്റ്സ് ഉണ്ട്. ഇതും ഒരു എസെൻഷ്യൽ നോഡാണ്, കാരണം 4 എലമെൻറ്റ്സ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ 2 പോയിൻ്റ് ഒന്നാണ്. ഈ പോയിൻ്റ് തന്നെയാണ് 1 ഓമും 10 വോൾട്ടും 3 വോൾട്ടും 5 വോൾട്ടും എല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് ഈ കോമൺ ആയിട്ടുള്ള ഈ നോഡ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതും ഒരു എസെൻഷ്യൽ നോഡാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എസെൻഷ്യൽ നോഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. 1, 2, 3 എസെൻഷ്യൽ നോഡ്സ് ഉണ്ട്. 1, 2, 3. അപ്പോൾ നമ്മൾ താഴത്തെ എസെൻഷ്യൽ നോഡ്സിനെ നമ്മൾ എന്നിട്ട് ഒന്നാമത്തെ സ്റ്റെപ്പ് ഫൈൻഡ് എസെൻഷ്യൽ നോഡ്സ്. അപ്പോൾ ഇവിടെ 3 എസെൻഷ്യൽ നോഡുണ്ട്, 1, 2, 3. ഇതിനെ നമ്മൾ 0 വോൾട്ടേജ് ആയിട്ട് അസ്യൂം ചെയ്യുക. എന്നിട്ട് മേക്ക് 1 റെഫറൻസ്, ഒന്നിനെ റെഫറൻസ് ആക്കുക, 0 പൊട്ടൻഷ്യൽ. അപ്പോൾ ഇവിടെ 0 പൊട്ടൻഷ്യലാണ്, ഇവിടെ 0 പൊട്ടൻഷ്യലാണ്, ഇവിടെ 0 പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഇവിടെ 0 പൊട്ടൻഷ്യലാണ്, ഇവിടെ 0 പൊട്ടൻഷ്യലാണ്, ഇവിടെ 0 പൊട്ടൻഷ്യലാണ്, ഇവിടെ 0 പൊട്ടൻഷ്യലാണ്, ഇവിടെ 0 പൊട്ടൻഷ്യലാണ്. ഇതിൻ്റെ തൊട്ട് മുകളിൽ ഈ വോൾട്ടേജ് 10 വോൾട്ടേജാണ്. ഓക്കെ, 10 വോൾട്ടേജാണ്. അപ്പോൾ ഈ 0 ഇവിടെ 0 ആണ് കൊടുത്തത്, അപ്പോൾ ഇവിടെ 0 ആണ് വരുന്നത്. ഉണ്ട് ഈ ഒരു പോയിൻറ്റ് 0 പൊട്ടൻഷ്യൽ. ഇവിടെ എല്ലാം സെയിം പൊട്ടൻഷ്യലാണ്. കാരണം റെസിസ്റ്റൻസ് ഇവിടെ എത്ര കറണ്ട് പോയാലും വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവില്ല, അതുകൊണ്ട് ഇവിടെ എല്ലാം 0 വോൾട്ടേജാണ്. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ 0 വോൾട്ടേജ്, മുകളിലത്തെ പൊട്ടൻഷ്യൽ 10 വോൾട്ടേജ്. ഇവിടുത്തെ വോൾട്ടേജ് 0 വോൾട്ട്, ഇതിൻ്റെ മുകളിലത്തെ വോൾട്ടേജ് -5 വോൾട്ടേജ്. കാരണം ഇത് ഹയർ പൊട്ടൻഷ്യലും താഴെ പൊട്ടൻഷ്യലാണ്. വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിൻറ്റ് ഇവിടെ 5 വോൾട്ടേജ് കുറവാണ്, കാരണം ഇവിടെ 5 വോൾട്ടേജ് കൂടുതലാണ്. 5 വോൾട്ടേജ് കൂടിയ ഭാഗത്തുള്ള പൊട്ടൻഷ്യൽ 0 വോൾട്ടേജ് ആണ്. അപ്പോൾ കുറഞ്ഞ ഭാഗത്തുള്ള വോൾട്ടേജ് -5 വോൾട്ടേജ് ആണ്. അതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ പ്രത്യേകത. അപ്പോൾ മുകളിലത്തെ ടെർമിനൽ എന്ന് പറഞ്ഞാൽ താഴത്തെ ടെർമിനലിനേക്കാളും 5 വോൾട്ടേജ് കുറവാണ്, അല്ലെങ്കിൽ മുകളിലത്തെ ടെർമിനൽ താഴത്തെ ടെർമിനൽ മുകളിലത്തേക്കാളും 5 വോൾട്ടേജ് കൂടുതലാണ്. നമ്മളിവിടെ 0 വോൾട്ടേജ് ആയിട്ട് അസ്യൂം ചെയ്യുകയാണ്. 0 വോൾട്ടേജ് അസ്യൂം ചെയ്യുമ്പോൾ മുകളിലത്തെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ -5 വോൾട്ടേജ് ആയി. മേക്ക് 1 റെഫറൻസ്. മൂന്നാമത്തത് ബാക്കി 2 എസെൻഷ്യൽ നോഡുണ്ട്. അപ്പോൾ നമ്മുടെ 3 എസെൻഷ്യൽ നോഡുണ്ട്, 1, 2, 3 എസെൻഷ്യൽ നോഡ്സിൽ ഒന്നിനെ നമ്മൾ 0 ആയിട്ട് കണ്ടു. ബാക്കി 2 എസെൻഷ്യൽ നോഡിനെ നമ്മൾ നെയിം ചെയ്യുക. നെയിം ഫോർ എസെൻഷ്യൽ നോഡ്സ്. നമുക്കിവിടെ ഒന്നാമത്തെ എസെൻഷ്യൽ നോഡിൻ്റെ വോൾട്ടേജ് V1 ഉം
രണ്ടാമത്തെ റെസിസ്റ്റൻസിനുള്ള വോൾട്ടേജ് V2 ആയിട്ട് എഴുതാം. അപ്പോൾ V1ഉം V2 ആണ് നമ്മുടെ വേരിയബിൾസ്. നമുക്ക് V1ഉം V2 നമ്മൾ എത്രയെന്ന് ഇപ്പോൾ ആദ്യം അറിഞ്ഞുകൂടാ. നമ്മൾ നോഡ് വോൾട്ടേജ് മെത്തേഡ് ഉപയോഗിച്ച് കിർച്ചോഫ്സ് കറണ്ട് ലാസ് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 2 ഇക്വേഷൻസ് കിട്ടും. V1ഉം V2ഉം വെച്ചിട്ടുള്ള 2 ഇക്വേഷൻസ് കിട്ടും. V1ഉം വെച്ച 2 ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പോവുകയാണ്, നമ്മൾ V1ഉം V2 എത്രയെന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. V1ഉം V2 എത്രയെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതിൽ 2 ഓമിലുള്ള റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഇവിടെ 20 വോൾട്ടേജ് ആണെങ്കിൽ 20 - 10 ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ആകുമ്പോൾ 5 ആമ്പിയർ ഇതിലൂടെ പോകുന്നത് മനസ്സിലാക്കാം. നമ്മൾ തുടക്കത്തിൽ ഈ രണ്ടും എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ V1ഉം V2 എഴുതുക. നമ്മൾ നോഡ് വോൾട്ടേജ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പോവുകയാണ്. നാലാമത്തേത് സ്റ്റെപ്പ് റൈറ്റ് എന്താണ്, കിർച്ചോഫ്സ് കറണ്ട് ലാ, മനസ്സിലായി, കിർച്ചോഫ്സ് കറണ്ട് ലാ ആയിട്ട് ഓതർ റെഫറൻസ് നോട്ട്സ്, അതായത് റെഫറൻസ് നോഡ് അടിച്ച് ബാക്കി എല്ലാ നോട്ട്സിലും കിർച്ചോഫ്സ് കറണ്ട് ലാ എഴുതുക. ഈ ഒരു നോഡിൽ നമ്മൾ കിർച്ചോഫ്സ് കറണ്ട് ലാ എഴുതേണ്ട ആവശ്യമില്ല. ഈ നോഡിലും കിർച്ചോഫ്സ് കറണ്ട് ലാ എഴുതാൻ പോവുകയാണ് നമ്മൾ. അപ്പോൾ ഇവിടുത്തെ കറണ്ട് എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ കറണ്ട് I1, I2, I3. അപ്പോൾ I1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, I1 ഈസ് ഈക്വൽ ടു ഇവിടെ V1 - 10. ഇവിടെ 10 വോൾട്ടേജ് ആണെന്ന് ആൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ ഹയർ പൊട്ടൻഷ്യൽ മൈനസ് ലോവർ പൊട്ടൻഷ്യൽ, നമ്മൾ ഈ ഡയറക്ഷനാണ് അസ്യൂം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഹയർ പൊട്ടൻഷ്യൽ മൈനസ് ലോവർ പൊട്ടൻഷ്യൽ ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ്, V1 - 10 ഡിവൈഡ് ബൈ 2. V1 - 10 ഡിവൈഡ് ബൈ 2. I2 എന്ന് പറഞ്ഞാൽ V1 - 0 ഡിവൈഡ് ബൈ 1. പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് 0 ആണ്, ഹയർ പൊട്ടൻഷ്യൽ V1 ആണ്. നമ്മൾ അസ്യൂം ചെയ്തതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. അപ്പോൾ I2 എന്ന് പറഞ്ഞാൽ V1 - 0 ഡിവൈഡ് ബൈ 1. ഓക്കെ, ഇത് രണ്ടും ഒരു പ്രശ്നവുമില്ല. ഇനി നമ്മൾ നോക്കേണ്ടത് മൂന്നാമത്തെ കാര്യമാണ്, I3 എന്താണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള പരിപാടിയുള്ളത്. I3 എത്തുന്ന കണ്ടുപിടിക്കണം. I3 എന്ന് പറഞ്ഞാൽ ഈ I3 തന്നെയാണ് ഇവിടെയും പോകുന്നത്. കണ്ടോ, ഈ I3 ഇങ്ങനെ പോകും. ഈ I3 തന്നെയാണ് ഇവിടെയും പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ മൈനസ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ, 4 ഓമിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള പൊട്ടൻഷ്യൽ മൈനസ് V2. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാണ്, ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ, ഈ ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ V1 - 3 വോൾട്ടേജ് ആണ്. കാരണം ഇവിടെ ഒരു 10 വോൾട്ടേജ് ഉണ്ടെങ്കിൽ ഇവിടെ 7 വോൾട്ടേജ് കാണും. ഇവിടെ 1 വോൾട്ടേജ് ആണെങ്കിൽ ഇവിടെ -2 വോൾട്ടേജ് ആയിരിക്കും. ഇവിടെ 12 വോൾട്ടേജ് ആണെങ്കിൽ ഇവിടെ എത്ര വോൾട്ടേജ് ആയിരിക്കും, 9 വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ ഇവിടെ 3 വോൾട്ടേജ് ആണ്. കണ്ടോ, ഇത് 3 വോൾട്ടേജ് ആണ്. അപ്പോൾ ഇവിടെ V1 ആണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ V1 - 3. അപ്പം I3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 ഓമിലൂടെയുള്ള കറണ്ടാണ് I3. 4 ഓമിലൂടെ കറണ്ടാണ് I3 ഈക്വൽ ടു V1 - 3. ആദ്യം V1 - 3 ഇടുക. V1 - 3 മൈനസ് V2. അപ്പം ഹയർ പൊട്ടൻഷ്യൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാണ്, V1 - 3. ഇവിടുത്തെ പൊട്ടൻഷ്യൽ V1 - 3 ആണ്. ഹയർ പൊട്ടൻഷ്യലാണ്, ഇവിടെ ലോവർ പൊട്ടൻഷ്യലാണ്. V1-നേക്കാളും 3 വോൾട്ടേജ് കുറവാണ് ഇവിടെ. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ 4 ഓമിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ V2ഉം ഇവിടുത്തെ പൊട്ടൻഷ്യൽ V1 - V3. അപ്പോൾ V1 - 3 മൈനസ് V2. V1 - 3 ഹയർ പൊട്ടൻഷ്യലും V2 ലോവർ പൊട്ടൻഷ്യലും. ഈ 4 ഓമിനെ കൺസിഡർ ചെയ്യുമ്പോൾ V1 - 3 ഹയർ പൊട്ടൻഷ്യലും V2 ലോവർ പൊട്ടൻഷ്യലും. ഹയർ പൊട്ടൻഷ്യൽ മൈനസ് ലോവർ പൊട്ടൻഷ്യൽ ഡിവൈഡ് ബൈ 4 ഓം മൈനസ് V2 ഹയർ പൊട്ടൻഷ്യൽ. അതായത് 4 ഓമിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ V1 - V3 ആണ്. കാരണം V1-നേക്കാളും 3 വോൾട്ടേജ് താഴെയാണ് നമ്മുടെ ഇവിടുത്തെ ഈ സൈഡിലെ പൊട്ടൻഷ്യൽ. V1 - V2 ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ആണ് കറണ്ട്. അപ്പോൾ നമുക്ക് I1, I2, I3 കിട്ടി. ഇനി നമ്മൾ കിർച്ചോഫ്സ് കറണ്ട് ലാ അടിച്ച് നോഡ്, കിർച്ചോഫ്സ് കറണ്ട് ലാ അറ്റ് നോഡ് 1, I1 + I2 + I3 = 0. കാരണം 3 പുറത്തോട്ട് പോവുകയാണ്, ഒന്നും അകത്തോട്ട് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് 3 പ്ലസ് ഇട്ടിട്ട് 0 എടുക്കുക. അല്ലെങ്കിൽ മൈനസ് I1 - I2 - I3 മൊത്തം -1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ I1 + I2 + I3 കിട്ടും. = 0. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഇത് തെളിയിച്ചതാണ്. I1 + I2 + I3 നമ്മൾ സോൾവ് ചെയ്തിട്ട് I1 + I2 I3 എങ്ങനെ ഈക്വൽ ടു 0 എന്ന് കണ്ടതാണ്.
ഓക്കെ, നമ്മൾ ഇനി ഇതെല്ലാം എടുത്ത് എഴുതാം. V1 - 10 /2 I1. അപ്പോൾ I1 + I2 + I3. I1 എന്ന് പറഞ്ഞാൽ ഇത്, I2 എന്ന് പറഞ്ഞാൽ ഇത്, പ്ലസ് V1 - 0 എന്ന് പറഞ്ഞാൽ V1 തന്നെയാണ്, V1 / 1 V1 തന്നെയാണ്, പ്ലസ് V1 - 3 - V2 ബ്രാക്കറ്റ് മാറ്റിയാലും ഇത് തന്നെ വരും, /4 = 0. നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതുക. V1 എടുക്കുക. V1 എടുത്തിട്ട് 1/2 പ്ലസ് 1 പ്ലസ് 1/4. ഓക്കെ, 1/2 1 1/4. V1 ഇത്രയും ടേംസേ ഉള്ളൂ. ഇനി അടുത്ത് V2 ടേംസ് നോക്കാം. V2 ടേംസ് എന്ന് പറഞ്ഞാൽ V2 പുറത്തേക്ക് എഴുതുക. V2 ഇവിടെ V2 ടേം ഇല്ല, ഇവിടെ V2 ടേം ഇല്ല, ഇവിടെ V2 ടേം ഉണ്ട്. V2 ടേം എന്നതിന് -1/4 ആണ്. കാരണം V1 - 10/2 എന്ന് പറഞ്ഞാൽ V1/2 - 10/2 നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. V1 - 10/2 എന്ന് പറഞ്ഞാൽ V1/2 - 10/2. അപ്പോൾ V1/2 -5 വരും. അപ്പോൾ ഈ V1/2 ആണ് നമ്മൾ ഇവിടെ എടുത്തത്. അപ്പോൾ V1 കോമൺ ആയിട്ട് എടുക്കുക. 1/2 ഉണ്ട്, 1 ഉണ്ട്, 1/4 ഉണ്ട്. V2 കാര്യത്തിൽ ഇവിടെയും V2 ഇല്ല, ഇവിടെയും V2 ഇല്ല, ലാസ്റ്റ് V2 ഉണ്ട്. മൂന്നാമത്തെ I3 ബന്ധപ്പെട്ടാണ് V2 ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞാൽ -1/4 ആണ്. -1/4 എഴുതുക. ഇനി ബാക്കി ടേംസ് കൂടെ ഉണ്ട്. -10/2 ഉണ്ടോ? V ഇല്ലാത്ത ടേം -10/2. ഇവിടെ ഉണ്ട് -3/4 അല്ലെങ്കിൽ 0.75 = 0. ഇത്രയും ടേംസ് = 0. ഇനി നമുക്ക് V1 ഇൻറ്റു എത്രയാണെന്ന് നോക്കാം. നമുക്കിത് ഇങ്ങനെ ചെയ്താലും മതി. 2 ഇൻവേഴ്സ് പ്ലസ് 1 പ്ലസ് 4 ഇൻവേഴ്സ് = 1.75. 1.75 എന്ന് ഇട്ടാലും മതി. 1.75 മൈനസ് ആകുമ്പോൾ ഇവിടെ 1/4 ആകുമ്പോൾ 0.25 V2. ഇനി നമുക്ക് ഒരു ടേം കൂടെ ഉണ്ട്. ഒരു ടേം എന്ന് പറഞ്ഞാൽ 5 -5 -0.7 -5 -0.37 അല്ലെങ്കിൽ നമുക്ക് 10/2 പ്ലസ് 3/4 5.75 5.75 മൈനസ് 5.75 = 0. 1.5 ഇത് എന്ന് വെച്ചാൽ മാത്തമാറ്റിക്സ് ആണ്. നമ്മൾ ഈ ഒരു പ്രോബ്ലം ഇത് ഒരു ഇക്വേഷൻ എഴുതുക. ഇക്വേഷൻ എഴുതിയിട്ട് V1 V2 ഇത് സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ എഴുതി കഴിഞ്ഞാൽ 1.75 V1 മൈനസ് 0.25 V2 = അത് റൈറ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ 5.75. ഇതിന് എളുപ്പ വഴിയൊന്നുമില്ല, ഈ തന്നെ കാണണം. എളുപ്പ വഴി നോക്കാൻ പോയി കഴിഞ്ഞാൽ തെറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എളുപ്പ വഴിയൊന്നും ഇതിനകത്തില്ല, നമ്മൾ ഈ ഇത് തന്നെ ചെയ്യണം. അപ്പോൾ ഒന്നാമത് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ അനുസരിച്ചിട്ട് ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി. ഒന്നാമത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനിലോട്ട് പോവാം. രണ്ടാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ നോഡിലെ ഇക്വേഷനാണ്. കിർച്ചോഫ്സ് കറണ്ട് ആയിട്ട് കിർച്ചോഫ്സ് കറണ്ടായിട്ട് നോഡ് 2 എഴുതുക. നോഡ് 2 എന്ന് പറഞ്ഞ് എഴുതിയിട്ട് നമ്മൾ ഇവിടുത്തെ കറൻസ് നമ്മൾ എഴുതുക. ഇവിടെ I1 ഡാഷും I2 ഡാഷും I3 ഡാഷ്. ഇവിടെ I3 ഡാഷ് ഇത് തന്നെ അപ്പുറത്തും വരും. I1 ഡാഷ് I2 ഡാഷ് I3 ഡാഷ്. നമ്മൾ കിർച്ചോഫ്സ് കറണ്ട് അനുസരിച്ചിട്ട് എന്താണ് I1 ഡാഷ് പ്ലസ് I2 ഡാഷ് പ്ലസ് I3 ഡാഷ് = 0. ഇതാണ് കിർച്ചോഫ് കറണ്ട് അനുസരിച്ചിട്ട് ആ നോഡിൽ. നമുക്കിതിന് ഡയറക്റ്റായിട്ട് എഴുതാം. ഡയറക്റ്റായിട്ട് എഴുതി നോക്കാം. നമുക്ക് ഡയറക്റ്റായിട്ട് എഴുതാൻ പറ്റുമോ എന്ന് നോക്കാം. നമുക്ക് ആദ്യം I1 ഡാഷ് നോക്കാം. I1 ഡാഷാണ് ഇമ്പോർട്ടൻറ്റ്. I1 ഡാഷ് നോക്കാം. I1 ഡാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറണ്ട് ഡയറക്ഷൻ ഇങ്ങോട്ടാണ് എടുക്കുന്നത്. ഓക്കെ, നമ്മുടെ കറണ്ട് ഡയറക്ഷൻ ഇങ്ങോട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഹയർ പൊട്ടൻഷ്യൽ, ഇത് ലോവർ പൊട്ടൻഷ്യലുമായിട്ട് അസ്യൂം ചെയ്യുക. അപ്പോൾ V2 - V1 - 3 V2 - V1 - 3 ആണ് ഈ 4 ഓമിന് അക്രോസുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. V2 - V1 / 3 / 4. അപ്പോൾ I1 ഡാഷ് എന്ന് പറഞ്ഞാൽ V2 - V1 / 3 V2 - V1 - 3 /
4. അപ്പോൾ നമുക്ക് ആദ്യം I2 എഴുതാം. V2 മൈനസ് V1 മൈനസ് 3 ഡിവൈഡ് ബൈ 4 ആണ് നമ്മുടെ I1 ഡാഷ്. I1 ഡാഷ് ഈ സാധനം പ്ലസ് ഇനി I2 ഡാഷ്. അപ്പോൾ I1 ഡാഷിന് V2 മൈനസ് V1 മൈനസ് 3 ഡിവൈഡ് ബൈ 4. V2 മൈനസ് V1 മൈനസ് 3 പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ഈക്വൽ ടു കറണ്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ഈക്വൽ ടു കറണ്ട്. V1 മൈനസ് 3 ഡിവൈഡ് ബൈ 4. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ എഴുതി. രണ്ടാമത്തെ I2 ഡാഷ്. I2 ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കറണ്ടാണ്. അപ്പോൾ ഇവിടെ 0 പൊട്ടൻഷ്യലാണ്. കണ്ടോ, ഇത് 0 പൊട്ടൻഷ്യലാണ്. ഇവിടെ V2 ആണ്. അപ്പോൾ V2 മൈനസ് 0 ഡിവൈഡ് ബൈ 2. V2 മൈനസ് 0 ഡിവൈഡ് ബൈ 2. V2 മൈനസ് 0 ഡിവൈഡ് ബൈ 2. നമുക്കിവിടെ എഴുതാം V2 മൈനസ് 0 ഡിവൈഡ് ബൈ 2. എളുപ്പമായി. ഇനി അടുത്തിനി ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തിനി ശകലം ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. അടുത്ത മൂന്നാമത്തത് ഇവിടത്തുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പോൾ ഇവിടെ -5 ആണ്. ഇത് 0 ആണ്. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ -5 ആണ്. ഇവിടെ 0 ആണ്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ -5 ആണ്. അപ്പോൾ V2 മൈനസ് -5. V2 മൈനസ് -5 ഡിവൈഡ് ബൈ 3. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ആണ് I3 ഡാഷ്. I3 ഡാഷ് ഈക്വൽ ടു V2 മൈനസ് -5. V2 മൈനസ് -5 ഡിവൈഡ് ബൈ 3. അപ്പോൾ V2 മൈനസ് -5 ഡിവൈഡ് ബൈ 3. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ഇക്വേഷൻസ് കിട്ടി. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഇക്വേഷൻസ് കിട്ടി. നമുക്കത് അറേഞ്ച് ചെയ്യാം. അതൊന്നുകൂടെ ചെയ്യേണ്ടതുണ്ട്, കാരണം അത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ V2 മൈനസ് V1 മൈനസ് പ്ലസ് ആണ്. നമ്മളിത് ഫുൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മൈനസ് പ്ലസ് ആണ്. പ്ലസ് V2 മൈനസ് 0 ഇതാണ് V2 ബൈ 2. V2 മൈനസ് -5 ആണ്. മൈനസ് ഓഫ് -5 പ്ലസ് 5 ആണ്. പ്ലസ് V2 പ്ലസ് 5 ഡിവൈഡ് ബൈ 3. ഓക്കെ, ഇവിടെ ഈക്വൽ ടു 0 ആണ്. ഇവിടെ ഈക്വൽ ടു 0. ഇതിൻ്റെ മൂന്നിനെ സം ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ഈക്വൽ ടു 0. ഇപ്പോൾ ഇതിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടും. നമുക്കിനി ആദ്യം V1 സെപ്പറേറ്റ് ചെയ്യാം. V1 എന്തൊക്കെയുണ്ട്? V1 ഇവിടെ ഒന്നും V1 ഇല്ല. ഇവിടെ മാത്രമേ V1 ഉള്ളൂ. കണ്ടോ, I1 ഡാഷുമായിട്ട് ബന്ധപ്പെട്ടാണ് V1 ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം V1 എന്ന് പറഞ്ഞാൽ 1/4 -1/4 ആണ്. കണ്ടോ, -1/4 ആണ്. -1/4 വേറെ V1 ഇല്ല. ഇനി അടുത്ത് V2 സെപ്പറേറ്റ് ചെയ്യാം. V2 സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് V2 ബൈ 1/4 ഉണ്ട്. പ്ലസ് 1/2 ഉണ്ട്. പ്ലസ് 1/3 ഉണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ടേമുമായി മൂന്നാമത്തെ ടേം താഴെ എഴുതാം. അപ്പോൾ V1 V1 -1/4. V2 1/4 1/2 1/3. ഓക്കെ, ഇനി അടുത്ത് പ്ലസ് 3/4. ആദ്യത്തെ ടൈം 3/4 ആണ്. രണ്ടാമത് V1 V2 ഇല്ലാത്ത ടൈമൊന്നുമില്ല. പ്ലസ് 5/3 ഈക്വൽ ടു 0. ഇത് ഇത്രയും പ്ലസ് ചെയ്യുമ്പോൾ 0 കിട്ടും. ഇത് നമുക്ക് എഴുതാം 0.25. 1/4 എന്ന് പറഞ്ഞാൽ 0.25 V1 പ്ലസ് V2. നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ എഴുതാം. 4 ഇൻവേഴ്സ് പ്ലസ് 2 ഇൻവേഴ്സ് പ്ലസ് 3 ഇൻവേഴ്സ്. ഓക്കെ, ഇങ്ങനത്തെ പോകുമ്പോൾ കിട്ടും. നമ്മളതിനെ ഈ പോയിന്റിലോട്ട് മാറ്റുമ്പോൾ 13/12 കിട്ടും. 4 ഇൻവേഴ്സ് 2 ഇൻവേഴ്സ് 3 ഇൻവേഴ്സ് 13/12. നമ്മൾ 13/12 എന്ന് എഴുതിയാൽ മതി. 13/12 13/12 V2 പ്ലസ് നമുക്കിനി അടുത്ത് ചെയ്യാം 3/4 പ്ലസ് 5/3 ഈക്വൽ ടു 29 ഡിവൈഡ് ബൈ 12. 29 ഡിവൈഡ് ബൈ 12 ഈക്വൽ ടു 0. ഓക്കെ, നമുക്കിങ്ങനെ ഒന്നുകൂടെ അറേഞ്ച് ചെയ്യാം. -25 V1 പ്ലസ് 13 ഡിവൈഡ് ബൈ 12 V2 ഈക്വൽ ടു
മൈനസ് 29/12. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. രണ്ട് ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടെ എടുത്തെഴുതാം. ഫസ്റ്റ് മെഷ് ഇക്വേഷൻ നമുക്ക് കിട്ടിയത് ഫസ്റ്റ് മെഷിൻ്റെ മെഷല്ല സോറി അടുത്ത് ഫസ്റ്റ് നോഡിന് നമുക്ക് എസ് നോഡിന് നമ്മുടെ ഇക്വേഷൻ കിട്ടിയത് ഇതാണ്. 1.75 V1 മൈനസ് 0.25 V2 ഈക്വൽ ടു 5.75. ഓക്കെ. രണ്ടാമത്തത് നമുക്ക് കിട്ടിയ മുകളിലുള്ളത് താഴെ അതുപോലെ എഴുതാം. 0.25 V1 പ്ലസ് 13/12 V2 ഈക്വൽ ടു മൈനസ് 29/12. ഓക്കെ, രണ്ടെണ്ണം നമുക്ക് കിട്ടിയല്ലോ. രണ്ടെണ്ണം നമുക്ക് കിട്ടി. ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യണം. ഓക്കെ, രണ്ട് ഇക്വേഷൻ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? നമ്മുടെ ഇക്വേഷൻ എടുക്കുക. നേരത്തെ ചെയ്തതുപോലെയാണ്. 5 ആണ് ഇക്വേഷൻസ്. ഇവിടെ 1 ആണ്. കാരണം 2 വേരിയബിൾസേ ഉള്ളൂ. ഒന്നാമത്തെ വേരിയബിൾ എക്സും രണ്ടാമത്തെ വേരിയബിൾ ഒ ആണ്. അത് V1 എന്ന് പറഞ്ഞാൽ എക്സും V2 എന്ന് പറഞ്ഞാൽ Y ആണ്. ലാസ്റ്റ് മൂന്നാമത്തെ ടേം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഇക്വേഷൻസ് വരും. 1.75 ഈക്വൽ ടു മൈനസ് 0.25 ഈക്വൽ ടു ലാസ്റ്റ് ടേം 5.75 ഈക്വൽ ടു മൈനസ് 0.25 ഈക്വൽ ടു 13/12. ഡയറക്റ്റായിട്ട് അടിച്ചു കൊടുത്താൽ മതി. 13/12 ഈക്വൽ ടു മൈനസ് 29/12 ഈക്വൽ ടു വീണ്ടും ഒരു ഈക്വൽ ടു കൊടുക്കുമ്പോൾ നമുക്ക് V1 ഈക്വൽ ടു 135/44. വീണ്ടും ഒരു ഈക്വൽ ടു കൊടുക്കുമ്പം നമുക്ക് V2 കിട്ടും. V2 ഈക്വൽ ടു മൈനസ് 67/44. നമ്മൾ ഈ മൈനസും വരാം. I1 I2 I3 നമ്മൾ നേരത്തെ മെഷ് ചെയ്യുമ്പോഴും അതും മൈനസ് വരാം. ഇവിടെ മൈനസ് വന്നു. മൈനസ് 67/44. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. ഈ രീതിയിൽ സോൾവ് ചെയ്തിട്ട് നമുക്ക് വേറെ എന്ത് വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഉദാഹരണത്തിന് ഇതിലൂടെ പോകുന്ന കറണ്ട് ആണെങ്കിൽ P1 -5. അപ്പോൾ V2 എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ച എത്രയാണ്? മൈനസ് 67/44 -5 /3 ചെയ്യുമ്പം I3 3 ഓമിലുള്ള കറണ്ട് പോകും. അപ്പോൾ നമുക്ക് ഏത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഏതിൻ്റെ നമുക്ക് കണ്ടുപിടിക്കാം. ഏതിലൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 135/44. V1 ഈക്വൽ ടു 135/44. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ 135/44 എന്ന് പറഞ്ഞാൽ വിത്ത് റെഫറൻസ് ടു ദിസ് പോയിന്റ്. ഈ സീറോ പൊട്ടൻഷ്യലിനെ റെഫറൻസ് ചെയ്യുമ്പോൾ V1ൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 135/44. സീറോനെ റെഫറൻസ് ചെയ്യുമ്പോൾ V2ൻ്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ മൈനസ് 67/44. അതായത് ആ പൊട്ടൻഷ്യലിനേക്കാളും താഴ്ന്ന പൊട്ടൻഷ്യലാണ് V2 എന്ന് പറയുന്നത്. സീറോനേക്കാളും താഴ്ന്ന, നമ്മുടെ ഈ റെഫറൻസിനേക്കാളും താഴ്ന്ന പൊട്ടൻഷ്യലാണ് V2 ഉള്ളത്. അപ്പോൾ ഈ ഒരു സർക്യൂട്ടുണ്ട്. സർക്യൂട്ടിൽ EMF ഉണ്ട്, കുറേ റെസിസ്റ്റൻസ് ഉണ്ട്. EMF കാരണം കറൻസ് ഉണ്ടാവും. കറൻസ് കാരണം പൊട്ടൻഷ്യൽ ഡ്രോപ്സ് ഒക്കെ ഉണ്ടാവും. പൊട്ടൻഷ്യൽ ഡ്രോപ്സ് കണ്ടുപിടിക്കാനായിട്ടാണ്, പൊട്ടൻഷ്യൽ ഡ്രോപ്സും കറണ്ടും കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ നോഡ് വോൾട്ടേജ് മെത്തേഡും കറണ്ട് മെത്തേഡൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമുക്ക് മാട്രിക്സ് ഫോമിലോട്ട് മാറ്റി എഴുതാം. മാട്രിക്സ് ഫോമിലോട്ട് മാറ്റി എഴുതിയിട്ട് 1.75 0.25 -0.25 ഇത് ഈ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്താൽ മതി. മെട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യണമെന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലും കൂടെ എഴുതുക. ഇൻറ്റു V1 V2 ഈക്വൽ ടു 5.75 -29/12. ഓക്കെ, ഈ രീതിയിൽ എഴുതിയതിന് ശേഷം നമുക്ക് മോഡുലസ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. 2/2 മെട്രിക്സ് ഉപയോഗിച്ച് നമുക്ക് മോഡുലസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെപ്പറ്റി വിശദമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെൽ ഈക്വൽ ടു 1.75 0.25 -0.25 13/12 ഇതിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കുക. ഡെൽ V1 ഈക്വൽ ടു V1 എന്ന് പറഞ്ഞാൽ ഈ ഒരു കോളം മാറ്റിയിട്ട് ഇത് എഴുതുക. 5.75 -29/12
എന്നിട്ട് ബാക്കി 2 ടേം ഉണ്ടല്ലോ 0.25 ഓക്കെ 13/12 del V2 ഈക്വൽ ടു രണ്ടാമത്തെ ടേമാണ്. ആദ്യത്തെ ടേം അതുപോലെ എഴുതുക 1.75 മൈനസ് 0.25. നിങ്ങൾ ഇത് എങ്ങനെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റേ മെഷ് അനാലിസിസിൽ ഇത് 3 എണ്ണത്തിന് ചെയ്തിട്ടുണ്ട്. ഇത് ഇവരുടെ 2 എണ്ണത്തിൻ്റെ കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് del V2 ചെയ്യാനായിട്ട് V2മായിട്ട് ബന്ധപ്പെട്ട കോളത്തിനെ റിമൂവ് ചെയ്യുക, അത് അതേപോലെ എഴുതുക. V2മായിട്ട് ബന്ധപ്പെട്ട റിമൂവ് ചെയ്ത് അതേപോലെ എഴുതുക. എന്നിട്ട് മറ്റേ വേക്കൻറ്റ് പൊസിഷനിൽ ഇതിന് പകരം ഇത് കൊണ്ടുവയ്ക്കുക 5.75 മൈനസ് 29/12. ഇങ്ങനെ നമ്മൾ എഴുതുക. എഴുതിയതിനു ശേഷം ക്രാമേഴ്സ് റൂൾ ഉപയോഗിച്ചിട്ട് യൂസിങ് ക്രാമേഴ്സ് റൂള് V1 ഈക്വൽ ടു del V1 ഡിവൈഡ് ബൈ V ഈക്വൽ ടു ഡയറക്റ്റ് അങ്ങനെ എഴുതിയാൽ മതി. നമ്മളിത് കണ്ടുപിടിക്കാൻ പോകണമെന്നില്ല. കണ്ടുപിടിക്കണമെങ്കിൽ കണ്ടുപിടിക്കുക. ഈക്വൽ ടു 135 ഡിവൈഡ് ബൈ 44. V2 ഈക്വൽ ടു del V2 ഡിവൈഡ് ബൈ del ആണ് del ഈക്വൽ ടു മൈനസ് 67 ഡിവൈഡ് ബൈ 44. മെട്രിക്സ് ഫോമിലൂടെ കണ്ടുപിടിക്കണമെന്ന് പറയുന്നെങ്കിൽ ഇത്തരം കാര്യങ്ങളൂടെ എഴുതണം. അപ്പോൾ നമുക്ക് V1 V2 കിട്ടും. V1 V2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് വേണമെങ്കിലും സോൾവ് ചെയ്യാം. ഇതിൽ കൂടെയുള്ള റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ V1 മൈനസ് 10 ഡിവൈഡ് ബൈ 2. അപ്പോൾ ഇതിൽ കൂടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ V1 ആണ്. V1 മൈനസ് 0 എന്ന് പറഞ്ഞാൽ V1 ആണ്. 1 ഓമിലൂടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. V1 മൈനസ് 0 എന്ന് പറഞ്ഞാൽ V1 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതിനുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ I2 സ്ക്വയർ ഇൻറ്റു 1 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള എന്താണ് കറണ്ട് ഡിസിപ്പേഷൻ അല്ലെങ്കിൽ പവർ ഡിസിപ്പേഷൻ അറിയാൻ പറ്റും. ഇനി വാട്ട് വാട്ട് അതിൽ നമുക്ക് പവർ ഡിസിപ്പേഷൻ അറിയാം. I2R അല്ലെങ്കിൽ V ഇൻറ്റു I ചെയ്താലും നമുക്ക് പവർ ഡിസിപ്പേഷൻ കിട്ടും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നോഡൽ അനാലിസിസ് ചെയ്യുന്നത്. നോഡ് വോൾട്ടേജ് അനാലിസിസും ഇതുപോലെ ചിലപ്പോൾ അത് മൂന്നെണ്ണത്തിന് തന്നിരിക്കാം. 3 നോഡ്സ് 4 എസൻഷ്യൽ നോഡ്സ് ആണെങ്കിൽ ഒന്നിനെ റെഫറൻസ് നോഡാകുക, ബാക്കി 3നെയും നമ്മൾ V1 V2 V3 എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് ഇതേ രീതിയിൽ I1 I2 I3 കണ്ടുപിടിച്ച് സോൾവ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്.